ഒരു ആടും രണ്ട് അവകാശികളും. ഒരിക്കൽ രണ്ട് ചങ്ങാതിമാർ ഒരു ആട് ആരുടേതാണ് എന്ന് പറഞ്ഞ് തർക്കത്തിലായി. പ്രശ്നം പരിഹരിക്കാനായി അവർ ഒരു ഗുരുവിൻ്റെ മുന്നിലെത്തി. ഒന്നാമൻ പറഞ്ഞു, "ഈ ആട് എൻ്റേതാണ്. ഇയാൾ എന്നിൽ നിന്നും തട്ടിയെടുത്തതാണിതിനെ." "എൻ്റെ ആടിനെ തട്ടിയെടുക്കാനായി കള്ളം പറയുകയാണ്. ഇയാൾക്ക് ആടുകളൊന്നുമില്ല." രണ്ടാമനും പറഞ്ഞു. ഗുരു രണ്ടുപേർ പറഞ്ഞതും കേട്ടു. തെളിവുകളില്ലാതെ വിധി പറയാൻ കഴിയില്ലല്ലോ. ഏതായാലും ഈ വിഷയത്തിലെ സത്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് ഗുരു തീരുമാനിച്ചു. അവർ രണ്ടുപേരോടും അന്ന് രാത്രി ഗുരുവിൻ്റെ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെയാണ് വിധി പറയേണ്ടത്. ആടിനെ പുറത്ത് കെട്ടിയിട്ട് രണ്ടുപേരും അവിടെ താമസിച്ചു. രാത്രി രണ്ടുപേരും നല്ല ഉറക്കമായി എന്ന് ഉറപ്പായപ്പോൾ ഗുരു വന്ന് ഒന്നാമനെ വിളിച്ചുണർത്തി. അവനോട് ആടിനെ പിടിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. എന്നാൽ ആടിന് കാവലായി ഇരിക്കുന്ന പട്ടി കുരച്ചു ചാടിയത് കാരണം തിരിച്ചു പോന്നു. അവൻ ഗുരുവിനോട് പറഞ്ഞു, "ആടിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കാവലിരിക്കുന്ന പട്ടി സമ്മതിക്കുന്നില്ല." ഗുരു പറഞ്ഞു, "സാരമില്ല, നീ ഉറങ്ങിക്കോളൂ. നാളെ രാവിലെ കാണാം." ഗുരു രണ്ടാമനെയും വിളിച്ചുണർത്തി ആടിനെ കൊണ്ടുവരാൻ പറഞ്ഞു. രണ്ടാമൻ ഒരു പ്രയാസവുമില്ലാതെ ആടിനെയും കൊണ്ട് ഗുരുവിൻ്റെ മുന്നിലെത്തി. ഗുരു പറഞ്ഞു, "ശരി, നീ ഉറങ്ങിക്കോളൂ. നാളെ രാവിലെ കാണാം." കാലത്ത് പ്രഭാതകർമ്മങ്ങൾക്ക് ശേഷം ഗുരു രണ്ടുപേരെയും വിളിച്ചു വരുത്തി. ശേഷം ഇങ്ങനെ പറഞ്ഞു, "ആടിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനും അതിനുവേണ്ടി കള്ളം പറഞ്ഞതിനും ഒന്നാമനെ ജയിലിലടക്കുക. രണ്ടാമന് ആടിനെ നൽകി വിട്ടയക്കുക."